നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. രാഷ്ട്രീയ ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന് സൂചനയുമായി ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള കളിയെന്ന് ശോഭയുടെ തുറന്നു പറഞ്ഞു. കാര്യവട്ടം ഹോസ്റ്റലിലെ സംഘർഷത്തിൽ എസ്.എഫ്.ഐക്കെതിരെ വ്യാജ പ്രചാരണം. ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കെ.എസ്.യു നേതാവ് സാൻജോസ് ഒരു പരുക്കുമില്ലാതെ പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ ആരോപണവുമായി വിദ്യാർത്ഥികൾ. ഹത്രസ് ദുരന്തത്തിൽ ആൾദൈവം ഭോലേബാബ ഒളിവിൽ തുടരുന്നു. ഭോലേബാബയെ സംരക്ഷിക്കുവാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന വിമർശനം ശക്തം. സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി. വിഴിഞ്ഞത്ത് സ്വകാര്യ റിസോർട്ടിൽ തീപിടുത്തമുണ്ടായത് ചൊവ്വരയിലെ മണൽത്തീരം റിസോർട്ടിൽ. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. യൂറോ കപ്പിൽ ഫ്രാൻസും സ്പെയിനും സെമിയിൽ. നിരാശയോടെ റൊണാൾഡോ. ഫ്രാൻസിന്റെ വിജയം ഷൂട്ടൌട്ടിൽ. ഇന്ന് ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്, തുർക്കി പോരാട്ടം. കൊല്ലത്ത് AASF-ൽ നിന്നും ABVP-യിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ രാജിവെച്ച് SFI-യിലേക്ക്. വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പിന്തുണ നൽകാത്തവർ SFI-യെ തിരുത്തണമെന്ന് പറയുന്നത് എന്തിനെന്ന് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. പത്തനംതിട്ട കുമ്പഴയിൽ 50-ലധികം യുവാക്കൾ CPM-ലേക്ക്. BJP RSS ബന്ധം ഉപേക്ഷിച്ച് CPM-ലേക്ക് എത്തിയവരെ പാർട്ടി ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു. വയനാട്ടിൽ മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ പേരിൽ തട്ടിപ്പ്. ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അംഗങ്ങളുടെ പേരിൽ ഇടനിലക്കാർ വായ്പയെടുത്തതാണ് തട്ടിപ്പ്. ആദിവാസി മേഖലകളിൽ നടന്ന സംഭവങ്ങളിൽ 3 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയം രൂക്ഷം. അസമിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. 29 ജില്ലകളിലായി 21 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചു. പച്ചക്കറി കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന. ഇതര സംസ്ഥാനക്കാരനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സരിഫുൾ ഇസ്ലാം ഷെയ്ഖാണ് പിടിയിലായത്. കോഴിക്കോട് വടകരയിൽ നാടക പ്രവർത്തകർക്ക് നേരെ ആക്രമണം. മേമുണ്ട മഠത്തിന് സമീപമുള്ള നാടക റിഹേഴ്സൽ ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമണം നടന്നത്. കാസർഗോഡ് കൊന്നക്കാട് വീടിന് മുന്നിൽ മണ്ണിടിഞ്ഞു. ഒരു വീടിന്റെ വരാന്ത വിണ്ടിക്കീറി 10 പേരെ GHSS മാലോത്ത് കസബ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് സാഹിത്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് UCCN ആനുവൽ കോൺഫറൻസിൽ പങ്കെടുത്ത് തിരിച്ചെത്തുന്ന കോഴിക്കോട് മേയർക്കും സംഘത്തിനും സ്വീകരണം നൽകും. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് ടൗൺ ഹാളിൽ വെച്ചാണ് പൗരാവലിയുടെ സ്വീകരണ പരിപാടി. കോട്ടയം പാക്കിൽ CMS LP സ്കൂളിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു. ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളായി അധ്യാപകരും വിദ്യാർത്ഥികളും വേഷമിട്ടു. കോഴിക്കോട് നഗരത്തിന് സാഹിത്യ പദവി ലഭിച്ചതിന് ശേഷം വന്നെത്തിയ ബഷീർ ഓർമ്മ ദിനത്തിൽ ബഷീർ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന പുസ്തകം വായിച്ചുകൊണ്ട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി പരിപാടിക്ക് തുടക്കമിട്ടു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേർപ്പെട്ട CPIM അംഗത്തിന് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ക്രൂരമർദ്ദനം.
ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ CPM കേച്ചേരി ബ്രാഞ്ച് അംഗം ഉക്കിൽ വീട്ടിൽ ഷാജിയെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ലോക ജന്തുജന്യ രോഗദിനം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പകരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് നിറവ് പദ്ധതി 4ാം ഘട്ട ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ഇന്ന് വൈകുന്നേരം 5-ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മന്ത്രി P. പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കാവിന്റെ പരിസ്ഥിതി പ്രാധാന്യം അടുത്തെറിഞ്ഞ് വിദ്യാർത്ഥികൾ. കാസർഗോഡ് പടിയിക്കൽ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളാണ് വനമഹോത്സവത്തിന്റെ ഭാഗമായി തൊട്ടടുത്തുള്ള കാവിലേക്ക് യാത്ര നടത്തിയത്. കടിച്ച പാമ്പിനെ 2 പ്രാവശ്യം തിരിച്ചു കടിച്ച യുവാവ് രക്ഷപ്പെട്ടു. ബീഹാറിലെ രജൌലിയിലാണ് സംഭവം. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് യുവാവിനെ രക്ഷിക്കാനായത്. ബീഹാറിൽ പാലങ്ങൾ തകർന്നതിനെ തുടർന്ന് 11 എഞ്ചിനീയർമാർക്ക് സസ്പെൻഷൻ. നിർമ്മാണ മേൽനോട്ടത്തിൽ എഞ്ചിനീയർമാർക്ക് അനാസ്ഥയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ അറസ്റ്റിലായ ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിന്റെ ജാമ്യ കാലാവധി നീട്ടി. ബോംബെ ഹൈക്കോടതിയാണ് മെയിൽ അനുവദിച്ച താൽക്കാലിക ജാമ്യം 4 ആഴ്ചത്തേക്ക് നീട്ടിയത്. ഛത്തീസ്ഗഡിലെ ചമ്പ ജില്ലയിൽ കിണറിലിറങ്ങിയ 5 പേർ വിഷവാതകം ശ്വസിച്ചു മരിച്ചു. കിണറ്റിൽ വീണ തടിക്കഷ്ണം എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. വാടക ഗർഭധാരണത്തിലൂടെ അമ്മമാരാകുന്ന വനിതാ ജീവനക്കാർക്കും പ്രസവാവധിക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും അവകാശമുണ്ടെന്ന് ഒഡീഷ ഹൈക്കോടതി. ജസ്റ്റിസ് SK പാനിഗ്രാഹിയുടെ സിംഗിൾ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഭാരതീയ അന്തരീക്ഷ ഹാക്കത്തോൺ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ISRO. വിക്രം ലാൻഡിംഗിന് ശേഷം എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഉത്തരകാശിയിൽ നദിക്ക് കുറുകെയുള്ള താത്കാലിക പാലം തകർന്ന് തീർത്ഥാടകർ കുടുങ്ങി. ഗോമുഖ് നടപ്പാതയിലാണ് പാലം തകർന്നത്. അപകടത്തെ തുടർന്ന് 40ഓളം തീർത്ഥാടകരാണ് കുടുങ്ങിയത്. സർക്കാർ ബസ്സിൽ പ്രസവവേദന അനുഭവപ്പെട്ട യുവതിക്ക് വനിതാ കണ്ടക്ടറും വനിതാ യാത്രക്കാരും ചേർന്ന് പരിചരണമൊരുക്കി. ഹൈദരാബാദിലെ ബഹദൂർപുരയിൽ TGSRTC ബസ്സിലാണ് സംഭവം. BSP തമിഴ്നാട് അധ്യക്ഷൻ ആംസ്ട്രോങ്ങിനെ ചെന്നൈയിൽ വെട്ടിക്കൊന്നു. ബൈക്കിലെത്തിയ അജ്ഞാതരായ 6 പേർ ആക്രമിക്കുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. പലസ്തീൻ വിരുദ്ധ നിലപാട് ലേബർ പാർട്ടിക്ക് ചില സീറ്റുകൾ തിരിച്ചടിയായി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് കൂടെ പിടിക്കുന്ന നിലപാടായിരുന്നു പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെയർ സ്റ്റാർമന്റേത്. UK തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സമൂഹത്തിന് നേട്ടം. ഇക്കുറി ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും 26 പേരാണ് ജയിച്ചത്. ഇതിൽ ഭൂരിപക്ഷം പേരും പഞ്ചാബ്, കേരളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. രാഷ്ട്രത്തിന്റെ നവീകരണത്തിനായി ലേബർ പാർട്ടി ആദ്യ ദിവസം മുതൽ പ്രവർത്തിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ കെയർ സ്റ്റാർമർ. മാറ്റത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നും ബ്രിട്ടനെ അടിമുടി പുനർനിർമ്മിക്കുമെന്നും സ്റ്റാർമർ പറഞ്ഞു. ഗ്രീസിൽ ആഴ്ചയിൽ 6 ദിവസവും പ്രവൃത്തി ദിനമാക്കി സർക്കാർ. തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പ് വകവയ്ക്കാതെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് 11ാം തവണയും ജെറമി കോർബിൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ലിങ്ടൺ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് 24,120 വോട്ടുകൾക്കാണ് കോർബിൻ വിജയിച്ചത്.
പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മൊറിറ്റാനിയയുടെ തീരത്ത് ബോട്ട് മറിഞ്ഞ് 90ഓളം പേർ മരിച്ചു. യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ച കുടിയേറ്റക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. കിഴക്കൻ നഗരമായ ചാസിവ്യാറിൽ നിന്ന് പിന്മാറിയതായി ഉക്രൈൻ സൈന്യം. റഷ്യ നഗരം പൂർണ്ണമായും പിടിച്ചടക്കി. തന്ത്രപ്രധാനമായ നഗരം നിയന്ത്രണത്തിലാക്കിയതോടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ രക്ഷയ്ക്കാകുമെന്നാണ് വിലയിരുത്തൽ. ഹൊദൈദയിലെ ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ US-UK സഖ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണം നടത്തി. വടക്കു പടിഞ്ഞാറൻ ജില്ലയായ അൽ-ലുഹയിലും തെക്കൻ ജില്ലയായ ബൈത്ത് അൽ ഫക്കീഹിലും ആക്രമണം നടന്നതായി അൽ മസീറ TV റിപ്പോർട്ട് ചെയ്തു. ദുബായിൽ വ്യവസായ പങ്കാളിത്ത സംഗമം സംഘടിപ്പിച്ചു. ആരോഗ്യ മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അർബുദ പരിചരണത്തിൽ വൻ കുതിപ്പേകാൻ ബുർജിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അബുദാബിയിൽ തുറന്നു. ലോകോത്തര ആരോഗ്യ സേവനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായ കണ്ണൂർ പെരളശ്ശേരി സ്വദേശി നൌഷാദിന് തുണയായി റിയാദ് കേളി കലാ സാംസ്കാരിക വേദി. ദവാദ്മി യൂണിറ്റ് പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയത്. നൌഷാദിന് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞത് കാരണം പക്ഷാഘാതം സംഭവിക്കുകയായിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ലൈബ്രറി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം 45 ക്ലാസിക് സിനിമകളുടെ പ്രദർശനം നടത്തുന്നു. അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ ലോകപ്രശസ്തമായ സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അൽ ഫുർഖാൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ച് നടത്തുന്ന രക്തദാന ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.